അമേരിക്കയിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ഏരിയയിൽ ഫ്രൈഡേ ആണ് കേട്ടോ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തേഴ്സ്ഡേ നൈറ്റ് തന്നെ നമ്മൾ 2 ബിന്നും നമ്മളിങ്ങനെ വെളിയിൽ വഴിയിൽ കൊണ്ടുവച്ചിരിക്കും. 2 ബിൻസും കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൽ നീല അടപ്പുള്ള ബിന്നാണ് റീസൈക്കിൾ ബിന്ന്. റീസൈക്കിൾ ബിന്നിനകത്ത് നമ്മളിടുന്നത് പേപ്പർ, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഗ്ലാസ്, മെറ്റൽ ക്യാൻസ് ഇതെല്ലാമാണ്. മറ്റേ ബിന്നിനകത്ത് ഫുഡ് വേസ്റ്റ് മാത്രമാണ് ഇടുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യേണ്ട ജോലിയാണ്. സെപ്പറേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഒരാഴ്ചത്തെ വേസ്റ്റ് ഇങ്ങനെ വഴിയിൽ വയ്ക്കുക. ട്രക്ക് വന്നത് എടുത്തുകൊണ്ട് പോവുക. ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഈ റീസൈക്കിൾ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്യുകയും ഫുഡ് വേസ്റ്റ് മെയിൻലി കമ്പോസ്റ്റ് ഉണ്ടാക്കി സോയിൽ എൻറിച്ച് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും എഫിഷ്യൻ്റായിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ അമേരിക്കയിലെ റോഡ്സ് ഇത്ര ക്ലീനായിട്ട് ഇരിക്കുന്നത്. അതാണ് ഇവിടുത്തെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം.